വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അനിമൽസ് ആൻഡ് ഏജ് ഡിറ്റർമിനേഷൻ ഓഫ് കാറ്റിൽ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിക് വൈസ് എല്ലാം നമ്മൾ കവർ ചെയ്ത് വരികയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അനിമൽസ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അനിമൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ദ ഓണർ ടു ഐഡൻറ്റിഫൈ ഹിസ് അനിമൽസ് ഫോർ കീപ്പിംഗ് പ്രൊഡക്ഷൻ ആൻഡ് ബ്രീഡിംഗ് റെക്കോർഡ്സ്, to find low performing and aged animals for culling. Identification is a must for insuring animals and setting claims, to establish claim on lost or stolen animals. Also important in legal cases involving animals, vetro legal cases, for issuing license for animals. അപ്പോൾ ഈ പർപ്പസസിന് എല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നത്. മെയിനായിട്ടും എന്തിനാണ്? നമ്മൾ ഒരു അനിമൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെന്താണ്, ബ്രീഡിംഗ് റെക്കോർഡ്സിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ ലോ പ്രൊഡ്യൂസിങ്ങും അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള അനിമൽസിനെ, അതായത് ഏജ്ഡ് ആയിട്ടുള്ള അനിമൽസിനെ കള്ളിങ്ങിന് വേണ്ടിയിട്ടുള്ള അനിമൽസിനെല്ലാം വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട്, പിന്നെന്താണ്, ഇൻഷുറിങ് അനിമൽസ്, അതുപോലെ സെറ്റിംഗ് ക്ലെയിംസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാറുണ്ട് അനിമൽസിനെ. അതുപോലെ തന്നെ എന്താണ്, ടു എസ്റ്റാബ്ലിഷ് ക്ലെയിം ഓൺ ലോസ്റ്റ് ഓർ സ്റ്റോളൻ അനിമൽസ്, അതിന് വേണ്ടിയിട്ട്, അതായത് ഏത് അനിമൽസാണ് സ്റ്റോളൻ ആയത് എന്ന് വെച്ചാൽ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ അനിമൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് അനിമൽസിന് കൊടുക്കുന്നത്. കോമൺലി യൂസ്ഡ് മെത്തേഡ്സ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ അനിമൽസ് ആൻഡ് ബേർഡ്സ് നോക്കാം. അത് നമുക്ക് അനിമൽസിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രാൻഡിങ് ആണ്. ഓക്കെ, ബ്രാൻഡിങ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ഡൺ ബൈ സ്കാരിങ് ലെറ്റേഴ്സ്, നമ്പേഴ്സ് ഓർ എ കോമ്പിനേഷൻ ഓഫ് ദീസ് ഓൺ ദ സ്കിൻ ഓഫ് അനിമൽസ്. അതായത് ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ ലെറ്റേഴ്സും നമ്പേഴ്സും ചെന്നിട്ട് ഈ അനിമൽസിൻ്റെ സ്കിന്നിൽ ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ദ ഫിഗേഴ്സ് ഓർ ലെറ്റേഴ്സ് ബ്രാൻഡഡ് ഷുഡ് ബി ബിഗ് ഇനഫ് ടു ബി റെഡ് ഫ്രം എ ഡിസ്റ്റൻസ്. അതായത് ലെറ്റേഴ്സ് ആണെങ്കിലും ഫിഗേഴ്സ് ആണെങ്കിലും ബ്രാൻഡിങ് യൂസ് ചെയ്യുമ്പോൾ നല്ല ബിഗ് ആയിരിക്കണം. അതായത് നമ്മൾ കുറച്ച് ദൂരത്ത് നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ബ്രാൻഡിങ്ങിൽ ചെയ്യുമ്പോൾ. ശ്രദ്ധിക്കേണ്ട കാര്യം. ദെൻ ദേ ഷുഡ് ബി സഫിഷ്യൻ്റ്ലി അവേ ഫ്രം ഈച്ച് അതർ. ദ എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഫോർ ബ്രാൻഡിങ് ഈസ് ബ്രാൻഡിങ് അയൺ. അപ്പോൾ ബ്രാൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ ബ്രാൻഡിങ് അയൺ ആണ് യൂസ് ചെയ്യുന്നത്. ബ്രാൻഡിങ് അയൺ സെറ്റ് കംപ്രൈസസ് ഓഫ് ഫിഗേഴ്സ് 0 to 9, ഓൾസോ ലെറ്റേഴ്സ് A to Z. ഈ ബ്രാൻഡിങ് അയണിൽ ലെറ്റേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ലെറ്റേഴ്സും ഫിഗേഴ്സും ഉണ്ട്. ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ 0 to 9, അതുപോലെ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ A to Z ഉള്ളത്. ഈ ബ്രാൻഡിങ് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാൻഡിങ് ഉണ്ട്. ഫസ്റ്റ് വൺ വന്ന് ഹോട്ട് അയൺ ബ്രാൻഡിങ് ആണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലിപ്പ് ദ ഏരിയ അറൗണ്ട് ടു ബി ബ്രാൻഡഡ്, എസ്പെഷ്യലി ഓഫ് ദി സൈഡ്സ് ഓഫ് ദി തൈ. അതായത് എവിടെയാണോ ബ്രാൻഡ് ചെയ്യുന്നത് ആ ഏരിയ ക്ലിപ്പ് ചെയ്യുക. മെയിനായിട്ടും ചെയ്യുന്നത് തൈസിൻ്റെയൊക്കെ സൈഡ്സിലാണ്. ഹീറ്റ് ദ ബ്രാൻഡിങ് അയൺ ഇൻ ബേൺഡ് കോൾ ഓർ വുഡ് ടിൽ ബ്രൈറ്റ് റെഡ്. അതായത് ഈ ബ്രാൻഡിങ് അയൺ നന്നായിട്ട് ചൂടാക്കുക, ബ്രൈറ്റ് റെഡ് ആകുന്നവരെ നല്ലപോലെ ചൂടത്ത് വെച്ച് ഹീറ്റ് ചെയ്തിട്ട് ചൂടാക്കുക. അപ്ലൈ ദ അയൺ ടു ദ സ്കിൻ ഫോർ നോട്ട് മോർ ദാൻ 3 seconds. പെട്ടെന്ന് വെച്ചിട്ട് എടുക്കുക, 3 seconds കൂടാൻ പാടില്ല. സ്കിന്നിൽ വെച്ചിട്ട് എടുക്കുക. ഹെയർസ് വിൽ നോട്ട് ഗ്രോ ഇൻ ദ ഏരിയ വെയർ ഹോട്ട് അയൺ ബാൻഡിങ് ഈസ് ഡൺ. ദിസ് ഈസ് എ ക്രൂവൽ മെത്തേഡ് ആസ് ഇറ്റ് ഈസ് വെരി പെയിൻഫുൾ. അപ്പോൾ ഇതെന്ന് പറയുന്നത്, അപ്പോൾ ആ അയൺ, അതായത് ഹോട്ടായിട്ടുള്ള അയൺ റോഡ് വെച്ചിരിക്കുന്ന ബ്രാൻഡിങ് അയൺ വെച്ചിരിക്കുന്ന ആ സ്ഥലത്ത് പിന്നീട് എന്ത് വരത്തില്ല, ഹെയർസ് ഒന്നും ഗ്രോ ചെയ്യത്തില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ ഒരു ക്രൂവലായിട്ടുള്ളൊരു മെത്തേഡാണ്. കാരണം അനിമൽസിന് വളരെ പെയിൻഫുൾ ആയിരിക്കും ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി കെമിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ, കെമിക്കൽ ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? പോർ ദ ബ്രാൻഡിങ് സൊല്യൂഷൻ ഇൻ ഷാലോ ഇനാമൽ വെസൽ, ഡിപ്പ് ദ ബ്രാൻഡിങ് അയോൺ ഇൻ ദ ബ്രാൻഡിങ് കെമിക്കൽ ആഫ്റ്റർ സെറ്റിംഗ് ദ ഡിസൈഡ് നമ്പേഴ്സ് ഓർ ലെറ്റേഴ്സ് ഓൺ ഇറ്റ്. അതായത് ബ്രാൻഡിങ് അയണിൽ നമുക്ക് ഏത് ലെറ്റർ ആണോ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഫിഗർ ആണോ കൊടുക്കേണ്ടത് അത് സെറ്റ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ, ഒരു വെസലിൽ കുറച്ച് സൊല്യൂഷൻ, ബ്രാൻഡിങ് സൊല്യൂഷൻ കാണും, അതിൽ മുക്കുക. ഓക്കെ, ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. Allow the excess chemical to drain off properly. Apply the branding iron to the skin of thigh region for a few seconds. The effect will be similar to hot iron banding. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ, കെമിക്കൽ ബാൻഡിങ് വഴി ചെയ്താലും ഹോട്ട് അയൺ ബാൻഡിങ്ങിൻ്റെ സെയിം
എഫക്റ്റ് തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. അതായത് എവിടെയാണോ ബാൻഡിങ് ചെയ്യുന്നത് അവിടെ പിന്നീട് ആ ഒരു സ്കിൻ റീജിയനിൽ പിന്നീട് ഹെയർസ് ഒന്നും ഗ്രോ ചെയ്യത്തില്ല. ഓക്കെ, അതാണ് കെമിക്കൽ ബ്രാൻഡിങ് യൂസിങ് കെമിക്കൽസ്. ഓക്കെ, കെമിക്കൽ സൊല്യൂഷൻ ബ്രാൻഡിങ് സൊല്യൂഷനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഫ്രീസ് ബ്രാൻഡിങ് ആണ്. ഫ്രീസ് ബ്രാൻഡിങ്ങിൽ എന്താ ചെയ്യുന്നത്? ക്ലിപ്പ് ദ ഹെയർസ് ഓവർ ദ ഏരിയ ടു ബി ബ്രാൻഡഡ്. പിന്നെ കൂൾ ദ ബ്രാൻഡിങ് അയൺ മെയ്ഡ് ഓഫ് കോപ്പർ ഓർ ബ്രോൺസ് either ബൈ യൂസിങ് ഡ്രൈ ഐസ് ആൻഡ് ആൽക്കഹോൾ. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഫ്രീസ് ബ്രാൻഡിങ് ആണ്, അതുകൊണ്ട് തന്നെ ഡ്രൈ ഐസോ അല്ലെങ്കിൽ ആൽക്കഹോൾ, മേ ബി -79°C ഉള്ള ആൽക്കഹോൾ ആവാം. ഇതും അല്ലെങ്കിൽ നമുക്ക് ലിക്വിഡ് നൈട്രജൻ യൂസ് ചെയ്യാം. ലിക്വിഡ് നൈട്രജൻ്റെ ടെമ്പറേച്ചർ നിങ്ങൾക്കറിയാം -196°C ആണ്. എന്നിട്ട് എന്താണ്? അപ്ലൈ ദ അയൺ ഓവർ ദ തൈ റീജിയൻ ഫോർ 2 to 3 seconds. എന്നിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ലിക്വിഡ് നൈട്രജനോ അല്ലെങ്കിൽ ഡ്രൈ ഐസോ കോൾഡായിട്ടുള്ള ആൽക്കഹോളോ ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രാൻഡിങ് അയൺ അനിമൽസിൻ്റെ തൈ റീജിയനിൽ 2 to 3 seconds വെക്കുക. ഹെയർസ് ഓവർ ദ അപ്ലൈഡ് ഏരിയ വിൽ ഫാൾ ഓഫ് ആൻഡ് ദ ന്യൂ ഹെയർസ് വിൽ ഗ്രോ വിത്തിൻ 2 to 3 weeks. അപ്പോൾ അവിടെയുള്ള ഹെയർസ് കൊഴിഞ്ഞു പോവും, പുതിയ ഹെയർസ് 2 to 3 weeks ഉണ്ടാവും. ദ ന്യൂലി ഗ്രോയിങ് ഹെയർസ് വിൽ ബി വൈറ്റ് ഇൻ കളർ. അപ്പോൾ പുതിയതായിട്ട് വന്ന ഹെയർസ് വൈറ്റ് ഇൻ കളർ ആയിരിക്കും. കമ്പയർഡ് ടു അതർ ബ്രാൻഡിങ് മെത്തേഡ്സ്, ഫ്രീസ് ബ്രാൻഡിങ് കോസസ് ലെസ് ഡാമേജ് ടു ദ സ്കിൻ ഓഫ് ദി അനിമൽ. അപ്പോൾ മറ്റ് ബ്രാൻഡിങ് മെത്തേഡ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഫ്രീസ് ബ്രാൻഡിങ് ആണെങ്കിൽ അനിമൽസിൻ്റെ സ്കിന്നിൽ ലെസ് ഡാമേജ് ആണ് ഉണ്ടാക്കുന്നത്. ബട്ട് ദിസ് മെത്തേഡ് ഈസ് നോട്ട് യൂസ്ഫുൾ ഇൻ വൈറ്റ് കളേർഡ് അനിമൽസ്. വൈറ്റ് കളേർഡ് ആയിട്ടുള്ള അനിമൽസിൽ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബ്രാൻഡിങ് ഈസ് നോട്ട് പ്രിഫേർഡ് നവഡേയ്സ് ഡ്യൂ ടു അനിമൽ വെൽഫെയർ കൺസേൺസ്. അപ്പോൾ എത്തിക്കൽ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് എന്താണ് ഈ ബ്രാൻഡിങ് മെത്തേഡ് ഇപ്പം നന്നായിട്ട് ഫോളോ ചെയ്ത് വരുന്നില്ല. ബ്രാൻഡിങ് കോസസ് എ പെർമനൻറ്റ് ഡാമേജ് ടു ദ സ്കിൻ ഓഫ് ദി അനിമൽ വിച്ച് റെഡ്യൂസസ് ദ വാല്യൂ ഇറ്റ്സ് ഹൈഡ്. അപ്പോൾ ഈ നമ്മൾ മെയിനായിട്ടും അനിമൽസിനെ ഹൈഡിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പം ഇങ്ങനെ ബാൻഡിങ് ചെയ്യുന്ന കാരണം സ്കിന്നിൽ ഡാമേജ് ഉണ്ടാക്കും. അതെന്താണ്? ഹൈഡിൻ്റെ വാല്യൂ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രാൻഡിങ് ഇപ്പോൾ അത് നന്നായിട്ട് ഫോളോ ചെയ്യുന്നൊരു മെത്തേഡല്ല ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്. ഇനി അടുത്ത മെത്തേഡ് നോക്കാം, ടാറ്റൂയിങ്. ഓക്കെ, ടാറ്റൂയിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ദ ഇംപ്രിൻറ്റിങ് ഓഫ് നമ്പേഴ്സ് ഓർ ലെറ്റേഴ്സ് ഓൺ ദ സ്കിൻ ഇൻസൈഡ് ദ ഇയറിനുള്ളിലുള്ള സ്കിന്നിൽ ഇംപ്രിൻറ്റിങ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സിനെയാണ് നമ്മൾ ടാറ്റൂയിങ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പിയേഴ്സിങ് ദ ഔട്ട്ലൈൻസ് ഓഫ് ഡിസൈർഡ് നമ്പേഴ്സ് ഓർ ലെറ്റേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റീൽ പോയിൻറ്റ്സ് ആൻഡ് ദെൻ അപ്ലൈങ് എ ബ്ലാക്ക് വെജിറ്റബിൾ പിഗ്മെൻറ്റ് ടു ദീസ് പങ്ക്ചേഴ്സ്. അതായത് സ്റ്റീൽ പോയിന്റ് വെച്ചിട്ട് നമ്മുടെ ഡിസൈഡ് നമ്പേഴ്സിൻ്റെ ഷേപ്പിൽ നമ്മളിങ്ങനെ എന്തുണ്ടാക്കും? മാർക്ക് ഉണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബ്ലാക്ക് വെജിറ്റബിൾ പിഗ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടാറ്റൂയിങ് ചെയ്യുന്നത്, അല്ലേ? ടാറ്റൂയിങ് സെറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദിസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ടാറ്റൂയിങ് സെറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ടാറ്റൂയിങ് സെറ്റ് കൺസിസ്റ്റ് ഓഫ് ടാറ്റൂയിങ് ഫോർസെപ്സ് ഉണ്ട്, ദെൻ ടാറ്റൂയിങ് ഇങ്ക് ഉണ്ട്, ആൻഡ് ലെറ്റേഴ്സ് ആൻഡ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ ടാറ്റൂയിങ് ഫോർസെപ്സ് ഉണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ മാർക്ക് ഉണ്ടാകും, സ്റ്റീൽ പോയിൻറ്റ്സ് വെച്ചാൽ മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ലെറ്റേഴ്സും ഫിഗേഴ്സും ഒക്കെ ഉണ്ട്. വൈൽ ഡൂയിങ് ടാറ്റൂയിങ് ദ ഏരിയ ഹാവിങ് ബ്ലഡ് വെസൽ ഷുഡ് ബി അവോയ്ഡഡ്. കാരണം എന്താണ്? അവിടെ പങ്ക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതർവൈസ് ദ സ്റ്റീൽ പോയിൻറ്റ് puncture the vessels and there will be bleeding. It is generally used for cattle. Tattooing is clear only in fair skinned animals. അപ്പം പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള അനിമൽസിൽ നമുക്ക് ഒരിക്കലും ടാറ്റൂയിങ് ചെയ്യാൻ പറ്റത്തില്ല. ഫെയർ സ്കിൻഡ് ആയിട്ടുള്ള അനിമൽസിൽ മാത്രമേ ടാറ്റൂയിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജനറലി നമ്മൾ ടാറ്റൂയിങ് ചെയ്യുന്നത് കാറ്റിൽസിനാണ്. ഓക്കെ, അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടാഗിങ് ആണ്. ടാഗിങ് എന്ന് പറയുമ്പം ടാഗ്സ് വെക്കുക. Tags are light metal pieces or strong plastic with the numbers or letters engraved on them. Tags എന്ന് പറയുന്നത് മേ ബി ലൈറ്റ് മെറ്റൽ പീസസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോങ് പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ള നമ്പേഴ്സോ ലെറ്റേഴ്സൊക്കെ ആവാം. Tags are fixed generally to the upper edge of the ear with the number on the top as close to the head as possible. അപ്പം ടാഗ്സ് മെയിനായിട്ടും ചെയ്യുന്നത് എവിടെയാണ്? അപ്പർ എഡ്ജ് ഓഫ് ദി ഇയറിലാണ് ഈ ടാഗ്സ് ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഇയറിൻ്റെ മുകളിലായിട്ടായിരിക്കും ഈ നമ്പർ അല്ലെങ്കിൽ നമുക്ക് നമ്പർ നമുക്ക് കാണാം എൻക്ലോസ് ചെയ്യുന്നത്, എംബഡ് ചെയ്യുന്നത്. ദ ടാഗ്സ് ആർ ഇൻസേർട്ടഡ് ഓവർ ദ ഇയർ അവോയ്ഡിങ് ഓൾ ദ മേജർ ബ്ലഡ് വെസൽസ് എല്ലാം അവോയ്ഡ് ചെയ്യണം. എ സ്പെഷ്യൽ ടാഗിങ് ഫോർസെപ്സ് ഈസ് യൂസ്ഡ് ഫോർ അപ്ലൈയിങ് ദ ടാഗ്. ടാഗിങ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ മാർക്കിംഗ് ഷീപ്പ്, ഗോട്ട് ആൻഡ് കാറ്റിൽ. പിഗ്സ് ക്യാൻ ഓൾസോ ബി ടാഗ്ഡ്. അപ്പം മെയിനായിട്ടും ടാഗിങ് യൂസ് ചെയ്യുന്ന ഏതൊക്കെ അനിമൽസിലാണ്? ഷീപ്പ് ഉണ്ട്, ഗോട്ട് ഉണ്ട്,
ക്യാറ്റിൽ അതുപോലെ തന്നെ പിഗ്സിലും നമുക്ക് ടാഗിങ് ചെയ്യാവുന്നതാണ്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇയർ നോച്ചിങ് ആണ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ പിഗ്സ്. അപ്പോൾ പിഗ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് ഇയർ നോച്ചിങ്. ഇറ്റ് ഈസ് ഡൺ ബൈ കട്ടിംഗ് വി ഷേപ്ഡ് നോച്ചസ് അറ്റ് സ്പെസിഫൈഡ് പ്ലേസസ് അലോങ് ദ ബോർഡേഴ്സ് ഓഫ് ഇയേഴ്സ് ബൈ മീൻസ് ഓഫ് എ പെയർ ഓഫ് ഷാർപ്പ് സിസേഴ്സ്. ഷാർപ്പ് സിസേഴ്സ് വെച്ചിട്ട് വി ഷേപ്ഡ് നോച്ചസ് ഉണ്ടാക്കും. എവിടെയാണ് ഇയേഴ്സിലുള്ള സ്പെസിഫൈഡ് പ്ലേസസിലൊക്കെ നമ്മൾ ഷാർപ്പ് വി ഷേപ്ഡ് നോച്ചസ് ഉണ്ടാക്കും. എ നോച്ച് റെപ്രസെൻറ്റ് എ നമ്പർ ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ലൊക്കേഷൻ ആൻഡ് ഓൾസോ ഓൺ വിച്ച് ഇയർ ഇറ്റ് ഈസ് ഡൺ. Avoid too small and too big cuts, as small cuts get closed up early and large cuts will deform the ear. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയതും വലുതുമായിട്ടുള്ള കട്ട്സ് അവോയ്ഡ് ചെയ്യണം. മോഡറേറ്റ് മീഡിയം കട്ട്സ് മാത്രമേ നമ്മളിവിടെ ചെയ്യാവൂ. ഓക്കെ, ഇനി അടുത്ത മെത്തേഡാണ് ഇലക്ട്രോണിക് ചിപ്സ് അല്ലെങ്കിൽ ട്രാൻസ്പോണ്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അനിമൽസ് അല്ലേ. അപ്പോൾ അതിൽ മെയിനായിട്ട് മൈക്രോ ചിപ്പ് ഇംപ്ലാന്റ് ആണ് യൂസ് ചെയ്യുന്നത്. മൈക്രോ ചിപ്പ് ഇംപ്ലാന്റ് അല്ലെങ്കിൽ ട്രാൻസ്പോണ്ടർ ആണ്. ഈസ് ആൻ ഐഡൻറ്റിഫൈങ് ചിപ്പ് പ്ലേസ് ജസ്റ്റ് അണ്ടർ ദ സ്കിൻ ഓഫ് ദി അനിമൽ. ഇപ്പോൾ ഈ മൈക്രോ ചിപ്പ് ഇംപ്ലാന്റ് അല്ലെങ്കിൽ ട്രാൻസ്പോണ്ടർ നമ്മൾ അനിമൽസിൻ്റെ സ്കിന്നിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്യും. ഇറ്റ് ഈസ് ഹാവിങ് ദ സൈസ് ഓഫ് എ ലാർജ് ഗ്രെയിൻ ഓഫ് റൈസ്. ഒരു ലാർജ് ഗ്രെയിൻ ഓഫ് റൈസിൻ്റെ സൈസേ കാണത്തുള്ളൂ. ദ ചിപ്പ് യൂസസ് പാസീവ് RFID ടെക്നോളജി. RFID ടെക്നോളജി എന്ന് പറയുമ്പം റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ആണ്. ദ ഇംപ്ലാന്റഡ് ചിപ്സ് ബിയർ എ നമ്പർ വിച്ച് ഈസ് റെഡ് ബൈ എ സ്കാനർ. അപ്പോൾ ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള ചിപ്പിൽ ഒരു നമ്പർ കാണും, അതൊരു സ്കാനർ ഉപയോഗിച്ച് നമ്മൾ റീഡ് ചെയ്യും. ദ ചിപ്പ് ഈസ് സബ്ക്യൂട്ടേനിയസ്ലി ഇംപ്ലാന്റഡ് യൂസിങ് എ ഹൈപ്പോഡെർമിക് നീഡിൽ. ഒരു ഹൈപ്പോഡെർമിക് നീഡിൽ യൂസ് ചെയ്തിട്ടാണ് സബ്ക്യൂട്ടേനിയസ് ആയിട്ട് ചിപ്പ് പ്ലേസ് ചെയ്യുന്നത്. അത് മെയിനായിട്ട് ഒരു വെറ്റിനറിയനോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടോ ആയിരിക്കും ചെയ്യുന്നത്. മെയിനായിട്ടും അനിമൽസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ചെയ്യാറുള്ളത്. ദ ഇംപ്ലാന്റ് സൈറ്റ് ഫോർ ദ ബൊവൈൻ, സ്വൈൻ, caprine or other species used for meat production is at the base of the left ear. In dogsലും കാറ്റ്സിലും ഒക്കെ ആണെങ്കിൽ ഇത് മെയിനായിട്ടും ട്രാൻസ്പോണ്ടർ മെയിനായിട്ടും ഇംപ്ലാന്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും, എബോവ് ദ നെക്ക് ആയിരിക്കും, അല്ലെങ്കിൽ മിഡിൽ ഓഫ് ദി ലെഫ്റ്റ് നെക്കും ആയിരിക്കും. All implanted animals should be scanned annually to ensure proper function of the chip, microchip. അപ്പം ഇങ്ങനെ ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള എല്ലാ അനിമൽസും തന്നെ ആനുവലി ഈ മൈക്രോചിപ്പ് ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഡോഗ്സിലും കാറ്റിലും ആണെങ്കിൽ ട്രാൻസ്പോണ്ടർ ഇംപ്ലാന്റ് ചെയ്യുന്ന എവിടെയാണ്, നെക്കിന് എബോവ് ആയിരിക്കും, അല്ലെങ്കിൽ മിഡിൽ ഓഫ് ദി ലെഫ്റ്റ് നെക്കായിരിക്കും. പക്ഷേ നമ്മളുടെ ഇൻ ദ കേസ് ഓഫ് അതർ കാറ്റിൽസ് എവിടെയായിരിക്കും, മെയിനായിട്ടും സബ്ക്യൂട്ടേനിയസ് ആയിരിക്കും ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മെയിനായിട്ട് ആനിമൽസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് ഐഡൻറ്റിഫിക്കേഷൻ ഇൻ ആനിമൽസ് അല്ലെങ്കിൽ കാറ്റിൽസ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ഐഡൻറ്റിഫിക്കേഷൻ ഇൻ ബേർഡ്സ് നോക്കാം. ഐഡൻറ്റിഫിക്കേഷൻ ഇൻ ബേർഡ്സ് മെയിനായിട്ട് 3 മെത്തേഡാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വിങ് ബാൻഡ്സ്, സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ലെഗ് ബാൻഡ്സ്, ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് വിങ് ബാഡ്ജസ് ആണ്. അപ്പം വിങ് ബാൻഡ്സ് നോക്കാം. വിങ് ബാൻഡ്സ് ഈസ് എൻ അലൂമിനിയം സ്ട്രിപ്പ് ഹാവിങ് എ നമ്പർ എംബോസ്ഡ് ഓൺ ഇറ്റ്. ഒരു അലൂമിനിയം സ്ട്രിപ്പാണ്, അതിനകത്തൊരു നമ്പർ എംബോസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ത്രൂ ദ ചിക്കൻ വിങ് വെബ്, യൂഷ്വലി അറ്റ് എ ഡേ ഓൾഡ് ഏജ്. ഇത് മെയിനായിട്ടും ഒരു ചിക്കൻ, അതായത് ചിക്കൻ്റെ വിങ്ങിൻ്റെ വെബിലായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. 1 day old ആയിട്ടുള്ള ചിക്കനിൽ. It is not necessary to change the wing band as the chick grows in most cases. Check the wing bands weekly and adjust if it is needful, if needed, until the chicks are big enough for the band to stay in place. A wing band is visible only on close examination. അപ്പോൾ ഇത് മെയിനായിട്ടും ചിക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്ലോസ് എക്സാമിനേഷനിൽ മാത്രമേ നമുക്ക് ഈ വിങ് ബാൻഡ് വിസിബിൾ ആവത്തുള്ളൂ. ഈ ലെഗ് ബാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, ലെഗിലായിരിക്കും അല്ലേ. ലെഗ് ബാൻഡ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അലൂമിനിയം റിങ് ആയിരിക്കും. ദാറ്റ് റാപ്സ് അറൗണ്ട് ദ ചിക്കൻസ് ലെഗ് ആണ്. ഇറ്റ് ഈസ് ഹാവിങ് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഇൻസ്ക്രൈബ്ഡ് ഓൺ ഇറ്റ്. ഇറ്റ് മസ്റ്റ് ബി കറക്റ്റ്ലി ഫിറ്റിംഗ് ടു ദ ചിക്കൻ സൈസ്. അപ്പോൾ ചിക്കൻ്റെ സൈസിനനുസരിച്ച്, ലെഗിൻ്റെ സൈസിനനുസരിച്ചുള്ള റാപ്പായിരിക്കണം ലെഗ് ബാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ അഡൽട്ട് ചിക്കനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ യങ് ബേർഡ്സ് ഇറ്റ് മസ്റ്റ് ബി കോൺസ്റ്റൻ്റ്ലി ചേഞ്ച്ഡ് ആസ് ബേർഡ്സ് ലെഗ് ഗ്രോസ്. അപ്പം
അഡൽട്ട് ചിക്കനിലാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇനി യങ് ബേർഡ്സിൽ യൂസ് ചെയ്യുവാണെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അത് ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട് ആസ് ദ ബേർഡ് ഗ്രോസ്. ഓക്കെ, അപ്പോൾ അതാണ് ലെഗ് ബാൻഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വിങ് ബാഡ്ജസ് ആണ്. വിങ് ബാഡ്ജസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സിമിലർ ടു പ്ലാസ്റ്റിക് ഇയർ ടാഗ് യൂസ്ഡ് ഫോർ ലാർജർ ലൈഫ് സ്റ്റോക്കിൽ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഇയർ ടാഗ് പോലെ തന്നെയാണ് വിങ് ബാഡ്ജസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ വിങ് വെബ് ആൻഡ് ഹാസ് നമ്പേഴ്സ് ബിഗ് ഇനഫ് ടു ബി റെഡ് വിത്തൗട്ട് ഹാൻഡ്ലിങ് ദ ചിക്കൻ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലാർജ് സൈസ്ഡായിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും. ഈ ലൈഫ് സ്റ്റോക്കിന് അല്ലെങ്കിൽ ബേർഡ്സിനെ ഹാൻഡിൽ ചെയ്യാതെ തന്നെ നമുക്ക് ആ ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് റീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കും ഈ വിങ് ബാഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഐഡൻറ്റിഫിക്കേഷൻ ഇൻ ബേർഡ്സിൽ പറയാനുള്ളത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് ഏജ് ഇൻ കാറ്റിലാണ് നെക്സ്റ്റ് ടോപ്പിക്ക്. ഇതിൽ എന്തിനാണ് ഏജിങ് ഡിറ്റർമിൻ ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് നോക്കാം. പർപ്പസ് ഓഫ് ഏജിങ് എന്താണ്? മെയിനായിട്ടും സെലക്ഷൻ ആൻഡ് പർച്ചേസ് ഓഫ് അനിമൽസിൻ്റെ സെലക്ഷനും പർച്ചേസിനും വേണ്ടിയിട്ട്. ഫിക്സിങ് ദ പ്രൈസ് ഓഫ് ദി അനിമൽ. അപ്പോൾ ഏജ് അനുസരിച്ച് നമുക്ക് ഒരു ചെറിയൊരു കാറ്റിലിനുള്ള വിലയായിരിക്കത്തില്ല വലിയ അഡൾട്ട് അനിമലിനുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ദി ഡോസ് ഓഫ് ദി ഡ്രഗ്സ് ബേസ്ഡ് ഓൺ ഏജ്. അതായത് നമുക്ക് എന്തെങ്കിലും ഡിസീസ്ഡ് ആയിട്ടുള്ള അനിമൽസ് ആണെങ്കിൽ അതിൻ്റെ ഏജ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പർട്ടിക്കുലർ ഡ്രഗ്സ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ദെൻ എസ്റ്റിമേറ്റിംഗ് ദ ഏജ് ഓഫ് ദി അനിമൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് റെക്കോർഡ്സ്. ഇപ്പോൾ റെക്കോർഡ്സ് ഒന്നും നമ്മളെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏജ് ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസിലാണ് നമ്മൾക്ക് ഏജിങ് ഡിറ്റർമിനേഷൻ്റെ ആവശ്യകത വരുന്നത്. ഓക്കെ, അപ്പം മെയിനായിട്ടും ഡെൻ്റൽ ഫോമിൽ യൂസ് ചെയ്യാറുണ്ട് ഏജിങ്. ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഏജ് ഇൻ കാറ്റിൽ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡെൻ്റൽ ഫോമിലെയാണ്. പെർമനൻ്റും ഉണ്ട്, ഡെസിഡിയസും ഉണ്ട്. ഓക്കെ, ദർ ആർ 2 സെറ്റ്സ് ഓഫ് ടീത്ത് ഇൻ ഈ സ്പീഷീസ്. ഓരോ സ്പീഷീസിലും 2 സെറ്റ് ഓഫ് ടീത്ത് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ടെമ്പററി ടീത്ത് അല്ലെങ്കിൽ ഡെസിഡിയസ് ടീത്ത് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് എന്ന് പറയും. സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് ടീത്ത് ആണ് അല്ലേ. മിൽക്ക് ടീത്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന ടീത്ത്. ഇപ്പം മിൽക്ക് ടീത്ത് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ടീത്ത് പ്രസൻറ്റ് അറ്റ് ബർത്ത് ഓർ വിച്ച് എറപ്റ്റ് ഡ്യൂറിങ് ഏർലി പീരീഡ് ഓഫ് ലൈഫ്. ലേറ്റർ ഓൺ ദീസ് ടീത്ത് ആർ റീപ്ലേസ്ഡ് ബൈ ദ കറസ്പോണ്ടിങ് പെർമനൻറ്റ് ടീത്ത്. അപ്പം ഒന്നെങ്കിൽ ബർത്ത് സമയത്ത് കാണാം, അല്ലാന്നുണ്ടെങ്കിലോ ഏർലി ബർത്ത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി വരുന്നതാവാം. പക്ഷേ എന്ത് ചെയ്യും, ഇത് കറസ്പോണ്ടിങ് ഒരു പെർമനൻറ്റ് ടീത്ത് വരുമ്പം ഈ ടീത്ത് നഷ്ടപ്പെടും. ഇനി പെർമനൻറ്റ് ടീത്ത് എന്ന് പറയുമ്പോൾ ദീസ് ആർ അപ്പിയർ അറ്റ് എ സർട്ടൺ ഏജ് ആൻഡ് റിമെയിൻ ഇൻ ദ ജോസ് ഓഫ് ദി അനിമൽ ടിൽ ദേ ഫാൾ ഓഫ് ഡ്യൂ ടു ഏജ്. അപ്പം ഏജ്ഡ് ആവുന്നത് വരെ പെർമനൻറ്റ് ടീത്ത് കാണും. ഏജ്ഡ് ആയി കഴിഞ്ഞിട്ട് മാത്രമേ ഈ പെർമനൻറ്റ് ടീത്ത് കൊഴിഞ്ഞു പോകത്തുള്ളൂ. ഏജ്ഡ് എന്ന് പറഞ്ഞാൽ വളരെ ഓൾഡർ ആയി കഴിയുമ്പോഴായിരിക്കും പെർമനൻറ്റ് ടീത്ത് കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഡിഫറൻസസ് ബിറ്റ്വീൻ ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ടീത്ത് നോക്കാം. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സും ടെമ്പററി ടീത്തുണ്ട്, പെർമനൻറ്റ് ടീത്തുണ്ട്. കളർ എന്ന് പറയുമ്പം ടെമ്പററി ടീത്ത് അഥവാ മിൽക്ക് ടീത്തിൻ്റെ കളർ എന്ന് പറയുമ്പോൾ സ്നോ വൈറ്റ് ആയിരിക്കും. പെർമനൻറ്റ് ടീത്ത് യെല്ലോയിഷ് വൈറ്റ് ആയിരിക്കും. സൈസ് എന്ന് പറയുമ്പം മിൽക്ക് ടീത്തിൽ സ്മോൾ ആയിരിക്കും, പെർമനൻറ്റ് ടീത്തിൽ ലാർജ് ടീത്ത് ആയിരിക്കും. ഷേപ്പ് എന്ന് പറയുമ്പോൾ റഫ്ലി ട്രയാങ്കുലർ ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് മിൽക്ക് ടീത്ത്. പെർമനൻറ്റ് ടീത്ത് എന്ന് പറയുമ്പോൾ സിലിണ്ട്രിക്കൽ ആയിരിക്കും. നെക്ക് എന്ന് പറയുന്നത് മിൽക്ക് ടീത്തിൻ്റെ കേസിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും, പെർമനൻറ്റ് ടീത്തിൻ്റെ കേസിൽ നോൺ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ടെമ്പററി ടീത്തും പെർമനൻറ്റ് ടീത്തും തമ്മിലുള്ള ഡിഫറൻസ്. ഡെൻ്റൽ ഫോർമുല നോക്കാം. ഡെൻ്റൽ ഫോർമുല നോക്കുമ്പോൾ ദിസ് ഈസ് ദ കൺവീനിയൻറ്റ് വേ ഓഫ് റെപ്രസെൻറ്റിംഗ് ദ നമ്പർ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് ടീത്ത് പ്രസൻറ്റ് ഓൺ ദ സൈഡ് ഓഫ് ദി മൗത്ത് ഓഫ് അനിമൽ. ദ ടീത്ത് ആർ ഓഫ് 4 കാറ്റഗറീസ്. അപ്പം മെയിനായിട്ടും ഡെൻ്റൽ ഫോർമുലയിൽ 4 കാറ്റഗറിയിലുള്ള ടീത്താണുള്ളത്. ഒന്ന് ഇൻസസേഴ്സ് ഉണ്ട്, കനിയൻസ് ഉണ്ട്, പ്രീ മോളാഴ്സ് ഉണ്ട്, മോളാഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഡെൻ്റൽ ഫോർമുല നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? 2 × ICPM M ഡിവൈഡ് ബൈ ICPM × M. ഇതിൽ I എന്ന് പറയുമ്പോൾ ഇൻസസേഴ്സ് ആണ്, C എന്ന് പറയുമ്പോൾ കനൈൻസ് ആണ്, PM എന്ന് പറയുമ്പോൾ പ്രീ മോളാഴ്സ് ആണ്, M എന്ന് പറയുന്നത് മോളാഴ്സ് ആണ്. ടെമ്പററി ഡെൻ്റൽ ഫോർമുല ഓഫ് ദി കാറ്റിൽ എന്ന് പറയുന്നത് 2 × I0. അപ്പോൾ കാറ്റിലിൻ്റെ കേസിൽ ഇൻസസേഴ്സ് ഇല്ല.
അപ്പർ ജോയിൽ ഇൻസിസേഴ്സ് ഇല്ല. ഇൻ ദ കേസ് ഓഫ് കാറ്റിൽ അതിന് പകരം എന്താണ്, അവർക്ക് ജസ്റ്റ് ഒരു ഡെൻ്റൽ പാടാണുള്ളത് ആ ഒരു പ്ലേസിൽ. അതുപോലെ എന്താണ്, ഇവർക്ക് കാറ്റിലിൻ്റെ കേസിൽ കനിയൻ ടീത്തും ആബ്സെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടെമ്പററി ഡെൻ്റൽ ഫോമിൽ ഓഫ് കാറ്റിൽ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു കനൈൻസ് അപ്പർ ജോയിൽ ആബ്സെൻ്റ് ആണ്. അപ്പം I0 ഇൻറ്റു C0 കനൈനും ആബ്സെൻ്റ് ആണ്. PM ഇൻറ്റു 3 ഇൻറ്റു M0 മോളാസും ആബ്സെൻ്റ് ആണ് ടെമ്പററി ടീത്ത് ആയതുകൊണ്ട്. ഓക്കെ, ഡിവൈഡ് ബൈ 4 I ഇൻറ്റു 4. അതായത് താഴെ ലോവർ ജോയിൽ 4 ഇൻസിസേഴ്സ് ഉണ്ട്. C0 PM 3 ഇൻറ്റു M0. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 20 എന്നാണ് വാല്യൂ വരുന്നത്. നമ്മൾ ടെമ്പററി ഡെൻ്റൽ ഫോമിൽ ഓഫ് കാറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 20 എന്ന് കിട്ടും. പെർമനൻറ്റ് ഡെൻ്റൽ ഫോമിൽ ഓഫ് കാറ്റിൽ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു അപ്പർ ജോയിൽ I0 ആണ്, C0 ആണ്. ദെൻ PM ഇൻറ്റു 3, പ്രീ മോളാർ 3 ഉണ്ട്, മോളാറും 3 ഉണ്ട്. ഡിവൈഡ് ബൈ ലോവർ ജോയിൽ ഇൻസിസേഴ്സ് 4 ഉണ്ട്, കാനിയൻസ് ആബ്സെൻ്റ് ആണ്. PM 3 ഉണ്ട്, അതുപോലെ മോളാസും 3 ഉണ്ട്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 32 എന്ന് കിട്ടും. അപ്പോൾ ടെമ്പററി ഡെൻ്റൽ ഫോമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 20 ടീത്തും പെർമനൻറ്റ് ഡെൻ്റൽ ഫോമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 32 ടീത്തുമാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഏജ് ഡിറ്റർമിനേഷൻ ബൈ ലുക്കിംഗ് അറ്റ് ഡെൻറ്റീഷൻ. അപ്പോൾ ഡെൻറ്റീഷൻ നോക്കുവാണെങ്കിൽ ദ അപ്രോക്സിമേറ്റ് ഏജ് ഓഫ് an animal can be assessed by examining the teeth. അല്ലേ, it is easy to examine incisors and so incisors are taken into consideration for age determination. അപ്പം ഇൻസിസേഴ്സ് ആണ് ഈസി എക്സാമിൻ ചെയ്യാൻ ഈസി, അതുകൊണ്ട് ഇൻസിസേഴ്സ് ആണ് ഏജ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻസിസേഴ്സ് ടീത്ത്സ് ആർ നെയിംഡ് ആസ് സെൻട്രൽസ്, സെൻട്രോ ലാറ്ററൽസ് ആൻഡ് കോർണേഴ്സ്. അപ്പോൾ ഇൻസിസേഴ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ നെയിം ചെയ്യാം? സെൻട്രൽസ്, അതുപോലെ സെൻട്രോ ലാറ്ററൽസ് ആൻഡ് സെൻട്രസ് കോർണേഴ്സ് എന്ന് നെയിം ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് പാറ്റേൺ ഓഫ് ഇറപ്ഷൻ ഓഫ് ഇൻസിസേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ഇൻസിസേഴ്സ് ടെമ്പററി ടീത്ത് റീപ്ലേസ്ഡ് ബൈ പെർമനൻറ്റ് ഇൻസിസേഴ്സ് ടീത്ത് അറ്റ് സെൻട്രൽ ടീത്ത് എന്ന് പറയുന്നത് സെൻട്രൽ ഇൻസിസേഴ്സ് ഫസ്റ്റ് പേർ നമ്മൾ 2 to 2.5 ഇയേഴ്സിലാണ് വരുന്നത്. സെൻട്രോ ലാറ്ററൽ എന്ന് പറയുമ്പോൾ സെക്കൻഡ് പെയർ വരുന്നത് 3 ഇയേഴ്സിലാണ്. ലാറ്ററൽ എന്ന് പറയുന്നത് തേർഡ് പെയർ 4 ഇയേഴ്സിലാണ്. കോർണർ ഇൻസിസേഴ്സ് എന്ന് പറയുന്നത് 4th പെയറാണ്, അത് 5th ഇയറിലാണ് വരുന്നത്, 5 ഇയേഴ്സിലാണ് വരുന്നത്. ഇനി വീനിങ് ഓഫ് പെർമനൻറ്റ് ഇൻസിസർ ടീത്ത് സ്റ്റാർട്ട് അറ്റ് അപ്പോൾ 60 ഇയേഴ്സ്. അപ്പോൾ വിയറിങ് ഓഫ് പെർമനൻറ്റ് ഇൻസിസേഴ്സ് ടീത്ത് സ്റ്റാർട്ട്സ് അറ്റ് 6th ഇയർ. അപ്പം ടെമ്പററി ടീത്ത് 5 ഇയേഴ്സ് വരെ, കോർണർ ഇൻസിസേഴ്സ് വരുന്നത് 5th ഇയറിലാണ്. അത് കഴിഞ്ഞിട്ട് 6th ഇയറിലാണ് പെർമനൻറ്റ് ഇൻസിസേഴ്സ് ടീത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൻട്രോ ലാറ്ററൽ ആകുമ്പോൾ 7th ഇയർ, ലാറ്ററൽ ആകുമ്പോൾ 8th ഇയർ, കോർണർ ഇൻസിസേഴ്സ് ആകുമ്പോൾ 9th ഇയറിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. ടെമ്പററിയും പെർമനൻറ്റ് ടീത്തിൻ്റെ ഇൻസിസേഴ്സിൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമിങ്. ഇനി ഫുൾ മൗത്ത് ഉണ്ട്, ഏജ്ഡ് അനിമലുണ്ട്, ഗമ്മറുണ്ട്. ഇനി ഫുൾ മൗത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? വെൻ ഓൾ ദ ടെമ്പററി ഇൻസിസേഴ്സ് ആർ റീപ്ലേസ്ഡ് ബൈ പെർമനൻറ്റ് ഇൻസിസേഴ്സ്. എല്ലാ ടെമ്പററി ഇൻസിസേഴ്സും പെർമനൻറ്റ് ഇൻസിസേഴ്സായിട്ട് റീപ്ലേസ് ചെയ്യുന്ന ഒരു സമയത്തിനെയാണ് നമ്മൾ ഫുൾ മൗത്ത് എന്ന് പറയുന്നത്. ദ കണ്ടീഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഫുൾ മൗത്ത്. കാറ്റിൽ ബിക്കം ഫുൾ മൗത്ത് അറ്റ് 5 ഇയേഴ്സ് ഓഫ് ഏജ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ, അപ്പോൾ 5 ഇയർ ഓഫ് ഏജിലാണ് എല്ലാ ടെമ്പററി ഇൻസിസേഴ്സും പോയിട്ട് പെർമനൻറ്റ് ഇൻസിസേഴ്സ് വരുന്നത്. ഇനി ഏജ്ഡ് അനിമലിൽ നിന്നുള്ള എന്താണ്? കാറ്റിൽ, ബഫലോ എബോവ് 80 ഇയേഴ്സ് ഓഫ് ഏജ്. അപ്പം ഏജ്ഡ് അനിമൽ എന്ന് പറയുമ്പോൾ എന്താണ്? കാറ്റിലാണ് അല്ലേ, കാറ്റിൽ, അതുപോലെ തന്നെ ബഫലോ 8th ഇയർ കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്താ പറയുന്നത്? ഏജ്ഡ് അനിമൽസ് എന്നാണ് പറയുന്നത്. ഇനി ബ്രോക്കൺ മൗത്തഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏജ്ഡ് അനിമൽസ് വിത്ത് 1 or more ടീത്ത് ഫെൽ ഓഫ്, ഒന്നോ അതിലധികമോ ടീത്ത് ഫെൽ ഓഫ് ആയിട്ടുള്ള അനിമൽസിലാണ് നമ്മൾ ബ്രോക്കൺ മൗത്തഡ് എന്ന് പറയുന്നത്. ഗമ്മർ എന്ന് പറഞ്ഞാൽ അനിമൽ വിത്ത് ഓൾ ടീത്ത് ഫെൽ ഓഫ്. ഇത് ചിലപ്പോൾ ചോദിക്കാം ഗമ്മറിൻ്റെ കേസ്. ഗമ്മർ എന്ന് പറയുമ്പം അനിമൽസ് വിത്ത് ഓൾ ടീത്ത് ഫെൽ ഓഫിനെയാണ് നമ്മൾ ഗമ്മർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏജ് ഡിറ്റർമിനേഷൻ ബൈ ലുക്കിംഗ് ഹോൺ റിങ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏജ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഡെൻ്റൽ ഫോമിലെയും, ഇപ്പോൾ മെയിനായിട്ടും ഡെൻ്റൽ ഫോമിലെയും ഹോൺ റിങ്സ് ഉപയോഗിച്ചിട്ടാണ് ഏജ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദ ഹോൺ ഗ്രോസ് തിക്കർ അറൗണ്ട്
calving which will result in the appearance of horn rings. അപ്പം കാൽവിങ്ങിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് എന്താണ് ഹോൺ നന്നായിട്ട് തിക്കറായിട്ട് ഗ്രോ ചെയ്യും, വിച്ച് അപ്പിയറൻസ് എന്താണ് അങ്ങനെ ഒരു ഹോൺ റിങ് അപ്പിയർ ചെയ്യുന്നതായിട്ട് കാണാം. ഹോൺ റിങ്സ് ആർ യൂസ്ഫുൾ ടു ജഡ്ജ് ദ നമ്പർ ഓഫ് കാൽവിങ് ഓഫ് എ കൗ. ദെൻ എന്താണ് കാൽവിങ് ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ എന്താണ് ഇൻ്റർവെൽ ബിറ്റ്വീൻ 2 സക്സസീവ് കാൽവിങ്ങിനെയാണ് കാൽവിങ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റ് ഏജ് ഓഫ് കൗ എന്ന് പറയുന്നത് ഏജ് അറ്റ് ഫസ്റ്റ് കാൽവിങ് പ്ലസ് നമ്പർ ഓഫ് ഹോൺ റിങ്സ്. ഇങ്ങനെയാണ് നമ്മൾ ഏജ് ഓഫ് കൗ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. ഏജ് ഓഫ് കൗ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ ഏജ് അറ്റ് ഫസ്റ്റ് കാൽവിങ്ങിൻ്റെ ആദ്യത്തെ കാൽവിങ്ങിൻ്റെ സമയത്തെ ഏജ് പ്ലസ് നമ്പർ ഓഫ് ഹോൺ റിങ്സ് വെച്ചിട്ടാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ഏജ് ഓഫ് കൗ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ഏജ് അറ്റ് ഫസ്റ്റ് കാൽവിങ് യൂഷ്വലി 3 years കൺസിഡറിങ് ദ അനിമൽ ബിക്കംസ് മെച്യൂർ ബൈ 24 months or 2 years. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഹോൺ റിങ് വെച്ചിട്ട് ഏജ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കുറച്ച് ലെങ്തി ആയിപ്പോയി, കാരണം ഇതൊറ്റ ക്ലാസ് കൊണ്ട് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്പീഡായിട്ട് പോയത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്തെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത സെക്ഷൻ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ.